സ്കൂളുകളിൽ 3 ദിവസത്തെ ആർത്തവ അവധി അനുവദിക്കാനുള്ള UDF സർക്കാരിന്റെ തീരുമാനം സ്വാഗതം ചെയ്ത് SFI. കഴിഞ്ഞ സർക്കാരിന്റെ തുടർച്ചയായി ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ശ്ലാഘനീയമാണെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തീരുമാനത്തെ UDFിൽ നിന്ന് തന്നെ എതിർക്കുന്ന ഉമാ തോമസിനും നൂർബിന റഷീദിനും എന്താണ് നേരം വെളുക്കാത്തതെന്നും സഞ്ജീവ് ചോദിച്ചു. കലാലയങ്ങളിലെ പെൺകുട്ടികൾക്ക് 3 ദിവസം ആർത്താവധി നൽകാനുള്ള തീരുമാനം സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലായിരുന്നു ഈ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഇതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ഒരേസമയം അതിനോട് യോജിക്കുമ്പോഴും വിമർശനങ്ങളുമായി ചിലർത്തുന്നുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മുടെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ചേരുന്നുണ്ട്. വിദ്യാലയങ്ങളിൽ 3 ദിവസമാണ് അവധി പ്രഖ്യാപിച്ചത്. നേരത്തെ ഉണ്ടെന്നുള്ള വാദങ്ങൾക്ക് ഉയരുന്നുണ്ട്. എന്താണ് SFIയുടെ നിലപാട്? SFI യോജിക്കുന്നുണ്ടോ? ഈ സർവകലാശാലകളിൽ കഴിഞ്ഞ ഗവൺമെന്റ് തന്നെ എല്ലാ സർവകലാശാലകളിലും ഇത് ഉത്തരവായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവുണ്ട്. 3% അറ്റൻഡൻസ് അതിന്റെ ഭാഗമായി നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടാൽ നൽകണം എന്നുള്ളത്. അതോടൊപ്പം തന്നെ വ്യത്യസ്ത ക്യാമ്പസുകൾ IT പോളിയുള്ള ഉൾപ്പെടെയുള്ളവരിൽ നൽകണമെന്നും SFI ആവശ്യപ്പെട്ട് നൽകി പോകുന്നതുമുണ്ട്. എന്നാൽ നേരെ മറിച്ച് ഇപ്പോൾ സ്കൂളുകളിലേക്ക് അത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് സ്വാഗതം ചെയ്യുന്നു. അത് ആ നിലയിൽ തന്നെ ഒരു കഴിഞ്ഞ സർക്കാരിന്റെ ഒരു തുടർച്ച എന്ന നിലയിൽ ഈ സർക്കാരും ആ തീരുമാനമെടുക്കുന്നതിൽ അങ്ങേയറ്റം അംഗീകാരം തന്നെയാണ്. അതിന് ആ നിലയിൽ തന്നെ ഞങ്ങൾ കണ്ടുപോകുന്നു. ശ്ലാഘനീയമായ ഒരു നിലപാട് തന്നെയാണ്. പക്ഷെ അതിനെതിരെ അവരുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകൾ ചിലർ രംഗത്ത് വന്നതായി കണ്ടു. പ്രത്യേകിച്ച് തൃക്കാക്കര MLA അദ്ദേഹം വന്നതായി കണ്ടു. അതോടൊപ്പം നൂർബിന റഷീദ് മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. ഇവരൊക്കെയും രംഗത്ത് വന്ന് ഞങ്ങൾക്ക് അത്തരം ഒരു ആവശ്യമില്ല, ഞങ്ങളതിൽ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അറിയിക്കുന്നതായി കേട്ടു. എന്താണ് അതിനെക്കുറിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിലെയും പെൺകുട്ടികളുടെ നിലപാടെന്ന് കൂടി നിങ്ങൾ അന്വേഷിക്കണം. തീർച്ചയായും അതിനൊക്കെ തള്ളിക്കളയുകയാണ്. അങ്ങനെ അവർക്ക് എന്താണ് നേരം വെളുക്കാത്തത് എന്നാണ് എനിക്കിപ്പോഴും ചോദിക്കാനുള്ളത്. അവർ 2026-ലാണ് ജീവിക്കുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുത്താൻ ആ പാർട്ടിയിൽ ആളുകൾ ഉണ്ടാകണം എന്നുള്ളതാണ് പറയാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് അവരുടെ ഈ പറഞ്ഞ ആർത്തവാവധി നൽകുക തന്നെ വേണം. അതിനാവശ്യകരമായ നിലപാടുണ്ടാകണം. ഇപ്പം ശ്രീലേഖയെ പോലുള്ള ആളുകൾ അതിനെതിരെ വന്നിട്ടുണ്ട്. സംഘപരിവാറിൽ നിന്ന് ഒരാൾ അങ്ങനെ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ അതിശയപ്പെടുന്നില്ല. ഇതല്ല, ഇതിനപ്പുറം അവർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളെ വീക്കായി കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ 3 ദിവസം ലീവ് എടുക്കുമ്പോൾ അത് അവരുടെ ആർത്തവാവധി വെളിപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ കുറേ വിമർശനങ്ങളുണ്ട്. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് കൂടി ഒരു വിമർശനം വരുന്നുണ്ട്. അപ്പം പണ്ട് നമ്മളിതിനെ കുറിച്ച് സംസാരിക്കാൻ പേടിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. പെൺകുട്ടികൾ ഞങ്ങളൊന്ന് പുറത്തു പോട്ടെ, ടീച്ചർ അനുവദിക്കുന്നു, അങ്ങനത്തെ ഒരു കാലം നമ്മളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ തുറന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങൾ തുറന്ന് നടപ്പാക്കുകയും അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ കൂടി വരണമെന്നല്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു അവയർനെസ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതൊക്കെ അവെയർഡ് ആയിട്ടുള്ള ഒരു തലമുറയാണുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങളൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കോ സഹോദരിമാർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരു കടയിൽ പോയി ആ സാനിറ്ററി പാഡ് പോലും ഒരു കാലത്ത് ആൺകുട്ടികളെ പറഞ്ഞേച്ച് വാങ്ങിക്കില്ലായിരുന്നു കേരളത്തിലെ പൊതുസമൂഹം. ഇന്ന് അതൊക്കെ മാറി. ഇന്ന് വളരെ എല്ലാവരും പോയി വാങ്ങി നമ്മളെ സഹോദരിമാർക്കും അമ്മമാർക്കും ഒക്കെ അത് നൽകി പോരുന്നുണ്ട്. അതൊക്കെ ചെയ്യണം എന്നുള്ള ബോധം നമ്മുടെ ആൺകുട്ടികളിലേക്കും അത് എത്തിക്കഴിഞ്ഞു. കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണിത്. കൂടുതൽ ശക്തിയുക്തമായി ഇതൊക്കെ നടപ്പിലാകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്തായാലും മുൻ സർക്കാരുകൾ തുടർന്ന ഒരു പദ്ധതി തന്നെയാണ് ഈ UDF സർക്കാരും തുടർന്നത്. അതിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറയുന്നത്.